കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാറാണ്. കവി, അധ്യാപകൻ, ചലച്ചിത്ര പ്രവർത്തകൻ, നിരൂപകൻ, പ്രഭാഷകൻ, അവതാരകൻ, ഗവേഷകൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ആർഷഭൂമി അവാർഡ്, PN പണിക്കർ വായനാ പുരസ്കാരം, ബഷീർ ജന്മശതാബ്ദി പ്രബന്ധ സമ്മാനം, കാവ്യമഞ്ജരി പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾക്ക് അർഹനാണ് അദ്ദേഹം. കാവ്യസലാപത്തിനായി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഇനി നമ്മൾ കവിതയുടെ ഒരു സംസാരത്തിലേക്ക് കയറുകയാണ്. നല്ലൊരു സംസാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. നമുക്ക് കേൾക്കാം. വേദിയിലെ ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ഡോക്ടർ സോണി താനിക്കൽ, ഈ വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ആരാധ്യനായ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ രാവുണ്ണി മാഷ്, സ്വാഗതകാവ്യം ആലപിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണൻ സൗവർണിക, റവറൻഡ് ഫാദർ ഡോക്ടർ TG തോമസ്, പ്രിയ സുഹൃത്ത് പ്രൊഫസർ മോറിഷ് മുരളി, സംപൂജ്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ ഇന്ന് ഈ സച്ചിദാനന്ദത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്കേറെ ആനന്ദം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെയൊക്കെ കവിതയുടെ വഴികളെ ബലപ്പെടുത്തിയ സച്ചിമാഷിനെ നമ്മളെല്ലാം വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ എത്ര തന്നെ നമ്മൾ ഉച്ചത്തിൽ വിളിച്ചാലും അതിനെല്ലാം അപ്പുറം മെച്ചത്തിൽ ആ വാക്കുകൾ ലോകത്തെ തന്നെ ഉണർത്തി ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നതാണ്. ഇവിടെ നമ്മുടെ സെബാസ്റ്റ്യൻ മാഷ്, ഞങ്ങളൊക്കെ കലാലയത്തിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ആനുകാലികങ്ങളിലൂടെ വായിച്ച് പോയ ഒരു ഘട്ടമുണ്ട്. ആ എഴുത്തിൻ്റെ പെരുമാക്കളൊക്കെ ഇവിടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എന്നത് എന്നെ സംബന്ധിച്ച് കവിതയുടെ ഏത് വഴിയിൽ നിന്ന് വർത്തമാനം പറയണം എന്നതിനെക്കുറിച്ച് ഒരു അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സച്ചിമാഷിൻ്റെ കവിതകളെ ഒക്കെ വായിച്ചു പോകുന്ന നിങ്ങൾക്ക് കവിത എഴുത്തിൻ്റെ തന്നെ പല മുഖങ്ങളെയും അതിൽ നിന്നുകൊണ്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ പ്രിൻസിപ്പൽ അച്ഛനും അതുപോലെ തന്നെ മറ്റുള്ളവരും എന്നോട് പറഞ്ഞത്, സച്ചിമാഷുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ ഒത്തിരി ഇവിടെ കുട്ടികൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇന്നത്തെ പുസ്തകപൂരത്തിലേക്ക് അതിൻ്റെ അർത്ഥത്തിലൊന്ന് വായനയുടെ തലത്തിലേക്ക് കൊണ്ടുവരണം. അത് തന്നെയാണ് പ്രിയപ്പെട്ട നമ്മുടെ TG ഫാദറും മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷനും കൽപ്പിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും ഇരുട്ട് പിഴിഞ്ഞ് വാക്കാക്കി തിളക്കി തന്ന സെബാസ്റ്റ്യൻ മാഷ് എൻ്റെ മുമ്പിൽ ഞങ്ങളുടെ എഴുത്തിൻ്റെ ഒരു വലിയ രൂപമായി ഇരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം എഴുത്തിടങ്ങളിലെ സൂര്യനായി തന്നെ, മലയാളത്തിൻ്റെ സൂര്യനായി തന്നെ സച്ചിമാഷും ഉണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഈ തെക്കൻ നാട് തമിഴകത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ജനിച്ചതുകൊണ്ട് തന്നെ
ഈ നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ അങ്ങ് ഓരത്തെത്തുമ്പോൾ ലൈബ്രറികളിലേക്കൊന്ന് കയറി ചെന്നാൽ അവിടെ പലപ്പോഴും മലയാള പുസ്തകങ്ങൾക്കൊപ്പം തമിഴ് പുസ്തകങ്ങളുമുണ്ട്. തമിഴ് പുസ്തകങ്ങൾ എന്നത് അന്ന് എൻ്റെ പഠനകാലത്ത്, കുട്ടിക്കാലത്ത് അത്ഭുതപ്പെടുത്തിയത് 2 വരിയിൽ കവിതകൾ കുറിച്ചിട്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ എഴുത്ത് നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന തിരുവള്ളുവരുടെ തിരുക്കുറലാണ്. തിരുക്കുറലിൻ്റെ തമിഴ് എടുത്താൽ തൊട്ടപ്പുറത്ത് അതിൻ്റെ പരിഭാഷയുണ്ട്. ആ പരിഭാഷയും കൂടെ ഈ അടുത്തടുത്ത് തന്നെ വച്ചിട്ടുണ്ട്. കാരണം അതിർത്തിയിലെ കുട്ടികൾ അങ്ങനെ വല്ലാതെ അസ്വസ്ഥരാകാതെ ഭാഷയുടെ ആ ചന്തം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ തിരുക്കുറലിലെ ഒരു പകുതി, ഒരു അധ്യായം കൽവി ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. കർക്ക കസടറ കർപ്പവൈ കറ്റപിൻ നിൽക്ക അതർക്ക് തക. കുഞ്ഞിനി മാഷിൻ്റെ ഈ കവിതകളിലൊക്കെ നമ്മൾ കാണുന്ന ചന്തമുണ്ടല്ലോ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. തിരുക്കുറലിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തിരുവള്ളുവർ എഴുതി വെച്ചതും ഈ പുസ്തകപൂരം എന്ന ഒരു ശീർഷകമിട്ട് നമ്മൾ കുട്ടികളെ സച്ചിമാഷിൻ്റെ ഇത്രയും പുസ്തകങ്ങൾ അവരുടെ മുന്നിൽ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഈ കൊടിയേറ്റം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വാക്കുകളുടെ ഈ വല്ലാത്ത ഉച്ച സ്ഥായിയിൽ അല്ലെങ്കിൽ വാക്കിൻ്റെ ഉയർച്ചയിൽ നിന്നുകൊണ്ട് തിരുവള്ളുവർ പറഞ്ഞത്, നേടുക സംശയം തീർവോളം വിദ്യയെ, എന്നിട്ടൊഴുകുക ജ്ഞാനത്തിൻ സൽപ്പതയെ. സംശയം തീർവോളം ഏതിടങ്ങളിലേക്ക് ഒന്ന് മുഴുകിയാൽ അറിയാതെ തന്നെ വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നൊരു വലിയ ആശയമുണ്ട്. മനുഷ്യ, നിന്റെ കണ്ണുകൾ അക്കവും അക്ഷരവുമാണ്, അതല്ലാത്ത കണ്ണുകൾ കണ്ണല്ല 2 പുണ്ണുകളാണ് എന്ന് എഴുതിയത് തിരുവള്ളുവറാണ്. എൺ என்ப ஏனை എഴുത്ത് என்ப ഇവ2 കൺ என்ப വാഴും ഉயிருக்கு. നമ്മൾ മനസ്സിലാക്കും, പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ നല്ല കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. പലപ്പോഴും കണ്ണടയൊക്കെ വെച്ച് നമ്മൾ പലതും കാണാൻ ശ്രമിക്കുമ്പോഴും കണ്ണിന് തിളക്കമില്ല എങ്കിൽ, അകക്കണ്ണും തിളങ്ങുന്നില്ല എങ്കിൽ ഈ കണ്ണുകൾ വെറും പുണ്ണുകളാണെന്ന് അതിസുന്ദരമായ കവിതയിലൂടെ തിരുവള്ളുവർ പറഞ്ഞു പോയത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. മനുഷ്യ, നിന്റെ കണ്ണുകൾ അക്കവും അക്ഷരവുമാണ്, അതല്ലാത്ത കണ്ണുകൾ കണ്ണല്ല 2 പുണ്ണുകളാണ്. തമിഴിൽ എൺ என்ப ஏனை എഴുത്ത് என்ப ഇവ2 കൺ என்ப വാഴും ഉயிருக்கு. കണ്ണുടയവർ യാരെന്റാൽ അവർ കറ്റവർ, മുഖത്ത് 2 പുണ്ണുടയവർ என்பവർ കല്ലാത്തവർ. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒക്കെ കണ്ണുകളെ തിളക്കി പോവുക, ഉള്ളിൽ കൂടുതൽ വാക്കുകളെ നിറച്ചു പോവുക, ആ നിറവിൽ നിന്നുകൊണ്ട് അവനെയും കൂട്ടി തിരിച്ചു കൊടുക്കുക. ഈ ഒരു വലിയ സർഗാത്മകത എഴുത്തുകാർ ചെയ്യുന്നുണ്ട്. ഇരുട്ടിനെ പിഴിഞ്ഞു തരുമ്പോഴും കുട നന്നാക്കാനുണ്ട് എന്ന് ചോദിക്കുമ്പോഴും അവിടെ സെബാസ്റ്റ്യൻ മാഷും ഇവിടെ രാവുണ്ണി മാഷും ഒരുപക്ഷെ നമുക്ക് മുന്നിലേക്ക് തരുന്ന ആശയങ്ങളുടെ ആ ഒരു ലോകം നമ്മൾ സച്ചിമാഷിൻ്റെ കവിതകളുടെ ലോകത്തിനൊപ്പം ചേർത്ത് പിൽക്കാലം വായിച്ചു പോകുന്നുണ്ട്. ഈ വായനയുടെ തുടർച്ചകളിലൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഇടങ്ങൾ കൂട്ടാകുന്നുണ്ട്. കവിത എഴുത്തിൽ ഇപ്പോൾ നമ്മൾ താളത്തെക്കുറിച്ചും അതുപോലെ തന്നെ താളം ഇല്ലാത്ത ലോകത്തിൽ കവിത പിറക്കുന്ന മറ്റൊരു നാളം, അതിൻ്റെ ആ ഒരു ജ്വാലയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ സച്ചിമാഷ് തന്നെ അതിസുന്ദരമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പച്ച മലയാളം ഒരു നഴ്സറി റൈം എന്ന കവിതയിൽ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ ഞാൻ പച്ച മലയാളമായി. കൊടുങ്ങല്ലൂരൊക്കെ ഈ പച്ച മലയാളമൊക്കെ നമ്മൾ നന്നായി കണ്ടുപോയതല്ലേ. അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ ഞാൻ പച്ച മലയാളമായി. പച്ച മലയാളം കേട്ടവർ മുത്തമിഴെന്നു ചിരിച്ചു. മുത്തമിഴ് ഇന്നുള്ളിൽ അപ്പോഴും ചങ്ങാതി, മുത്തമിഴിനുള്ളിൽ അപ്പോഴും ചങ്ങാതി, സംസ്കൃതം കണ്ടു പകച്ചു. പച്ച മലയാളം അങ്ങനെ ഈ മണ്ണിൽ പച്ച പിടിക്കാതെ പോയി. ഇച്ചൊന്ന ഭാഗ്യത്താൽ അല്ലോ കവിതയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പൂ. ഇച്ചൊന്ന ഭാഗ്യത്താൽ അല്ലോ കവിത ഇങ്ങിപ്പോഴും ജീവിച്ചിരിപ്പൂ എന്ന് സച്ചിമാഷ് പച്ച മലയാളം
ഒരു നഴ്സറി റൈം എന്ന കവിതയിലൂടെ പറയുമ്പോൾ പലപ്പോഴും പലയിടത്തും കവിത ജീവിച്ചിരിക്കുന്നത് ചിലതൊക്കെ ചിലയിടങ്ങളിൽ ചില കാലത്തിൻ്റെതായ വലിയ പരിപ്രേക്ഷ്യത്തിലൊക്കെ വന്നുപോയതൊക്കെ ചിലയിടത്ത് വെച്ച് തേഞ്ഞുപോയതും കൊണ്ടുകൂടിയാണ് കവിത ജീവിച്ചിരിക്കുന്നത് എന്ന് സച്ചിമാഷ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത എന്താണ് എന്ന് നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നീട്ടി പ്രാണവായുവാൽ ഊതിപ്പാകമാക്കിയ മുത്തുഭണത്തിൻ തുമ്പത്തേറ്റി ഇളകിപ്പുളഞ്ഞാടിക്കയറിപ്പോവും വിഷമിളകും ഒരു നീലനാഗിനിയാണൻ ഗാനം. വിഷമിളകുന്ന ഒരു നീലനാഗിനിയാണ് എൻ്റെ ഗാനം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ വിഷം മാത്രമല്ല, ഒരുപക്ഷെ കൊത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ വിഷത്തെ പലതരത്തിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദംശിക്കുന്നത്, അത് ഭാരതത്തിൽ എപ്പോഴും നമ്മൾ ആ വാക്കിൻ്റെ മൂർച്ച അറിയുന്നുണ്ട്. അത് ഭാരതത്തിൽ മാത്രം തീരുന്നില്ല. വിശ്വമാനവൻ്റെ നൊമ്പരപ്പാടുകളെ തൻ്റെ ഭാഷ കൊണ്ട് അതിസൂക്ഷ്മമായി ആവിഷ്കരിക്കുവാൻ നമ്മുടെ ഈ കൊച്ചു നാട്ടുംപുറത്ത് നിന്നുകൊണ്ട് ഒരു കവി വളർന്നു പോകുമ്പോൾ ആ കവിയുടെ ഉള്ളിൽ മലയാള ഭാഷയുടെ എഴുത്തിടങ്ങൾ മാത്രമല്ലല്ലോ, ലോക സാഹിത്യത്തെ അതിസൂക്ഷ്മമായി വായിച്ചു പോകുന്ന മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കവി, ആ സാഹിത്യത്തിലേക്ക് മലയാളത്തെ എടുത്തുയർത്തിക്കൊടുക്കുന്ന, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹീതനായ എഴുത്തുകാരൻ്റെ ഓരോ വാക്കിലും നമ്മൾ ഇത്തരത്തിൽ മൂർച്ച നന്നായി തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് അവർ ഈ സമൂഹത്തെ തന്നെ നന്നായിട്ട് അറിഞ്ഞു പോകേണ്ടതുണ്ട്. ഭാരതം ഒരു ജയിലാണെന്ന് വിശേഷണം എന്നതിനപ്പുറം ആ ഒരു യാഥാർത്ഥ്യത്തെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സച്ചിമാഷാണ്. ഭാരതം ഒരു ജയിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എങ്ങനെ ജയിലായി എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വാഴ്വിടങ്ങളിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വാക്കിടങ്ങളിലൂടെ അതിനെ നമുക്ക് മുന്നിലേക്ക് തുറന്നിട്ടുകൊണ്ട് ആ വാഴ്വിടത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റി സമൂഹത്തിന് നിലനിർത്തി തരുന്ന വാക്കിൻ്റെ ഒരു ഗരിമ, അത് സച്ചിമാഷിന്റെ ഏത് കവിതയിലൂടെ പോകുമ്പോഴും ആ പ്രതിബദ്ധതയുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ കവിതകൾ വായിച്ചു പോകുന്ന കുട്ടികളിൽ ആ പ്രതിബദ്ധത എല്ലാ തരത്തിലും പടരുന്നുണ്ട്. പ്രതിബദ്ധത ഇല്ലാതായി പോകുന്ന, ഒരുപക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ചിലയിടങ്ങളിൽ കേട്ടുപോകുന്ന, വിശേഷിപ്പിച്ച് പലരും പറഞ്ഞു പോകുന്ന ആ ഇടങ്ങളിൽ നിന്ന് പ്രതിബദ്ധതയുടെ ഇടങ്ങളിലേക്ക് തലമുറയെ കൊണ്ടുവരുന്നതിന് ഇത്തരം എഴുത്തുകൾ എല്ലാ കാലത്തും നമുക്ക് കൂട്ടായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രബന്ധാവതരണങ്ങളൊക്കെ തുടർന്ന് അങ്ങോട്ട് നിരവധി പ്രമുഖർ ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫാദറും എന്നോട് കുട്ടികളിൽ ഒന്ന് നിന്ന് വർത്തമാനം പറയണമെന്ന് പറഞ്ഞത്. അല്ലെ, കുട്ടികൾ പലപ്പോഴും പലതും കേട്ടും അറിഞ്ഞും ഒക്കെ പോകുന്നവരാണല്ലോ. അല്ലെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അവരുടെ ജീവിത പരിസരങ്ങളിൽ വായന ഏതു തരത്തിൽ എന്ന് ചോദിച്ചാൽ അവരിങ്ങനെയൊക്കെ എടുത്തു വെച്ച് വായിച്ചു പോകും. അത് വായിക്കുന്നത് ഒരുപക്ഷെ ഈ സാധനത്തിൽ വെച്ച് തന്നെ അവർക്ക് വായിച്ചു പോകാൻ കഴിയും. യൂസഫ് അലി കേച്ചേരി എന്ന ഒരു കവി പഠിച്ച സ്കൂളിൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയി. അവിടെ പോയ സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ചിരിക്കൂ, യൂസഫ് അലി കേച്ചേരിയാണ് അവിടെ പഠിച്ചതെന്ന് കുട്ടികൾ പോലും അറിയുന്നില്ല. കാലത്തിൻ്റെ ഒരു കാലക്കേടാവാം. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ വല്ലാതെ മസിൽ പിടിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പുഞ്ചിരിപ്പൂ ഒന്നു പകരം തന്നാൽ പൂവൊരു വട്ടി തരാം പെണ്ണെ, പൂവൊരു വട്ടി തരാം. യൂസഫ് അലി കേച്ചേരിയുടെ പേരിലുള്ള പുരസ്കാരം നമ്മുടെ സെബാസ്റ്റ്യൻ മാഷിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വായനയിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ നോക്കുക, പുഞ്ചിരിപ്പൂ ഒന്ന് പകരം തന്നാൽ പൂ ഒരു വട്ടി തരാം പെണ്ണെ, പൂ ഒരു വട്ടി തരാം എന്ന് ഉച്ചത്തിൽ എഴുതിയത് ഞാൻ ഇവിടെ വന്നപ്പോഴും കണ്ട ഒരു അത്തക്കളത്തിന് പൂവൊക്കെ സുന്ദരമായിട്ട് ഇട്ട് വച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ എവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടു. പക്ഷെ അത്തക്കളത്തിന് പൂ തേടുമ്പോൾ അയലത്തെ മാരൻ ചൊല്ലി, പുഞ്ചിരിപ്പൂ ഒന്ന് പകരം തന്നാൽ പൂവൊരു വട്ടി തരാം പെണ്ണെ, പൂവൊരു വട്ടി തരാം. പുഞ്ചിരിപ്പൂ നീ എനിക്കൊന്ന് പകരം തന്നാൽ ഒരു വട്ടിപ്പൂവ് നിനക്ക് ഞാൻ തരാമെന്ന് അയലത്തെ മാരൻ ചൊല്ലിയത് ഈ കേരള പരിസരത്തിലാണ്. അല്ലേ, കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ഒ.എൻ.വി. സാറിൻ്റെ വരികളാണ്.
കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ഒന്നി സാർ അങ്ങനെ എഴുതുമ്പോൾ കാറ്റു വന്ന് പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന് ആ തോഴൻ എന്നെ ഓർത്തു പാടും പോലെ എന്ന് പാടാൻ പാകത്തിന്, എഴുതാൻ പാകത്തിന് ആ മനസ്സുകളിൽ ഈ പ്രകൃതിയൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് ഈ പുസ്തകങ്ങളെ മാത്രമല്ലല്ലോ, പ്രകൃതിയെ വായിക്കണം. പ്രകൃതിയെ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം പ്രകൃതി വായന. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ പ്രാണനായക എന്ന് ചങ്ങമ്പുഴ കവി 1932 നിരാശ എന്ന കവിത എഴുതിയത് ഒരുപക്ഷെ ഈ ഇടപ്പള്ളിയിൽ നിന്നുകൊണ്ട് കണ്ട പ്രകൃതിയും കൂടിയാണല്ലോ. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായി ഇരിപ്പു ഞാൻ. അതൊക്കെ പിന്നീട് നമ്മൾ ശാരദാംബരം ചാരുചന്ദ്രിക എന്ന സിനിമ പാട്ടാക്കി അത് എന്ന് നിന്റെ മൊയ്തീനിലൂടെ കേട്ടുപോകുമ്പോഴും ചാരുചന്ദ്രിക്ക് ചഞ്ചൽ കിരണേ खेल रही है जलधल में स्वच्छ चांदनी बिछी हुई है അവനി ഓ അമ്പർ തലമേ. മൈഥിലി ശരൺ ഗുപ്തന്റെ പഞ്ചവടിയിലും ഈ ചാരുചന്ദ്രിക്ക് ചഞ്ചൽ കിരണയും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ പ്രകൃതിയെയും ഈ ചുറ്റുപാടുകളെയും ഒക്കെ നന്നായിട്ട് അറിയുമ്പോൾ വാക്കിൽ നിന്നുകൊണ്ട് അത് മറ്റുള്ളവരുടെ നോക്കിലേക്ക് എത്തും. അത് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ തുഞ്ചൻ പറമ്പിൽ ഒരു പ്രശസ്തനായ ഒരു തമിഴ് കവി അവിടെ ഒരു സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടകനായിട്ടെത്തി. സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടകനായിട്ടെത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അമ്മമാർ ആ കുട്ടികളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികളായതുകൊണ്ട് നമുക്കൊന്നല്ലേ ഉള്ളൂ, അതിനെങ്ങനെ ആ തുഞ്ചൻ്റെ പഞ്ചാരമണലിലേക്ക് ഇറക്കി വിടാൻ പറ്റുക? അതുകൊണ്ട് അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ കവി ഈ അമ്മമാരെയും കുട്ടികളെയും ഒന്ന് നോക്കിയപ്പോൾ ഈ അമ്മമാർ ആ കുട്ടികളെ വിടുന്നില്ല. തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് ആ മണ്ണിലേക്കൊന്ന് ഇറക്കി വിടാതെ നമുക്ക് ഒന്നാണുള്ളത് കൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മമാരെ നോക്കിക്കൊണ്ട് ആ കവി പറഞ്ഞത്, என்னுடைய നാട്ടിലെ ഒരു സിറந்த എഴുത്താളർ ഒരു കവിதை, സിറந்த മികവാറ്റ ഒരു കവിதை എഴുതിയിരിക്ക്, ഓടി വിളയാട് പാപ്പ നീ ഓയ്ந்திருக்கൽ ആകാത് പാപ്പ, കൂടി വിളയാട് പാപ്പ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും ഓടി വിളയാടാൻ ഈ കുട്ടിയെ വിടുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം കവിത ആ പ്രസംഗം ഒന്ന് നിർത്തി. MTV சார் இருக்கும் மேடையில் வந்து இந்த விழாவை துவக்கி வைப்பதற்கு எனக்கு வாய்ப்பு கிடைத்தது என் வாழ்க்கையிலே மிக சிறந்தது. MT വാസുദേവൻ നായർ സാർ ഇരിക്കുന്ന വേദിയിൽ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലൊരു വലിയ കാര്യം. പക്ഷേ എൻ്റെ അമ്മമാർ കേൾക്കുക, കുളന്തൈ പരുവത്തിൽ അപ്പ എനിക്ക് മാട് മേയ്പ്പതற்കൊരു വായ്പ് തരലേന്ന ഞാൻ കവിഞ്ചറയാകാറ്. കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൻ എനിക്ക് മാടുകളെയൊക്കെ മേയ്ക്കാൻ കൂടി അവസരം തന്നിരുന്നില്ല എങ്കിൽ ഞാനൊരു കവിയാകുമായിരുന്നില്ല. വായന എവിടെയാ തുടങ്ങിയത്? ലൈബ്രറി ചെന്ന് പുസ്തകം കൊടുത്ത വായനയല്ല. ആ കമ്പം തേനിയൊക്കെ കുന്നിറങ്ങി പലപ്പോഴും മാടും കൊണ്ടുപോകുമ്പോൾ അപ്പനോടൊപ്പം പോയ കുട്ടി പിന്നെ ഒറ്റയ്ക്ക് മാടും കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മാടുകളെയൊക്കെ പരമ്പരാഗതമായി ആ തൊഴിലിനൊപ്പം തന്നെ ഞങ്ങൾ അങ്ങനെ പോയപ്പോഴാണ് ഈ ആകാശത്തെ കണ്ടത്, ആളുകളെ കണ്ടത്, പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരെ ഞങ്ങൾ അവിടെ കണ്ടു. അവരെന്തുകൊണ്ടാണ് ഇത്രയും അധ്വാനിക്കുന്നത്? നമുക്കൊരുള്ള ചോറ് തിന്നാനല്ലേ? എത്രയോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെട്ടമേറ്റ കതിർമണികൾ അതിനെ നമ്മൾ ഉരുട്ടി തിന്നുമ്പോൾ എത്ര ആളുകൾ വിയർത്തു എന്ന് ആരും അറിയുന്നില്ല. നമ്മളുണ്ട് ബക്കവും വിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ കാലത്ത് ഞാൻ ഈ പരിസ്ഥിതിയെ നന്നായി വായിച്ചു. ആ വായനയുടെ തുടർച്ചയിലാണ് റോജ എന്ന സിനിമയിൽ ഞാൻ എൻ്റെ ആശൈ എഴുതിയത്. ചിന്ന ചിന്ന ആശൈ ചിറകടിക്കും ആശൈ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വെണ്ണിലവ് തൊട്ട് മുത്തമിടാസൈ എന്ന പാട്ട് സിനിമയ്ക്ക് എഴുതിയത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എൻ്റെ കുട്ടിക്കാലത്ത് ആ ചരലിൽ കിടന്ന് കണ്ട ആകാശത്തെ നോക്കി ഞാൻ ഇങ്ങനെ കൊതിതുള്ളി നിന്നിട്ടുണ്ട്. കാരണം എന്താ? എനിക്ക് ഈ നിലാവും ആകാശവും തമ്മിൽ ഉമ്മ വയ്ക്കുമ്പോൾ ആ നിലാവിൽ ഒരു ഉമ്മ എനിക്കും കൊടുക്കാൻ എങ്ങനെ പറന്നു പോകാൻ കഴിയും? പക്ഷെ ആ പറക്കം പിന്നെ ഞാൻ ഉണ്ടാക്കി അല്ലേ? എൻ്റെ ചിറകുകൾ, വാക്കുകളുടെ ചിറകേറി ഞാൻ പറന്നു പോയപ്പോൾ നിലാവിനെ ഞാൻ ഉമ്മ വെച്ചു. പക്ഷെ ഒരു കാര്യം കൂടെ അന്ന് ഞാൻ ഉറപ്പിച്ചു, എന്നെ ഇന്ത
ഭൂമി സുത്തി വരാസൈ. ഞാൻ ഈ ഉലകം മുഴുവൻ ചുറ്റിപ്പോകില്ല. ഞാൻ ചിലപ്പോൾ തമിഴകത്തിലെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്നാൽ എൻ്റെ അടുക്കലേക്ക് ഈ ലോകം വരും. ഇത് 7 തവണ നാഷണൽ അവാർഡ് നേടിയ ഒരു തമിഴിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ വൈരമുത്തു എന്ന ആ വലിയ എഴുത്തുകാരൻ പറഞ്ഞതാണ്. വൈരമുത്തുവിൻ്റെ കവിതകൾ, സിനിമാ ഗാനങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോഴും കേട്ടുപോകുമ്പോഴും വാക്കിൻ്റെ ഈ മണ്ണിൻ്റെ മണം നമ്മൾ അറിയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മുടെ കുട്ടികളുടെ വായന, അത് ഈ ചുറ്റുപാടുകളെ അറിയാതെ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറം നമ്മൾ ഈ ചുറ്റുപാടുകളെ അറിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ വാക്കുകൾ ഈ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പാകത്തിന് നമ്മൾ പ്രതിബദ്ധതയുള്ളവരായി മാറും. അങ്ങനെ ആസുരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസുരമായ കാലത്തിനൊപ്പം നമ്മൾ ഒറ്റയൊറ്റയായി അങ്ങ് മാറിപ്പോയാൽ KGS പറഞ്ഞതുപോലെ എണീക്കാൻ ധൃതിപ്പെടേണ്ട സമയമുണ്ടല്ലോ വേണ്ടുവോളം. കാരണം നമ്മുടെ കണ്ണിൽ മൂക്കിൽ നാം പിടിച്ച മുയൽക്കൊറ്റ് ഉച്ചത്തിൽ നിന്ന് സച്ചി മാഷ് പലതും നമുക്ക് മുന്നിൽ വിളിച്ച് പറയുന്നുണ്ട്. ഭാഷ അവിടെ ഒന്നും ആകുന്നില്ല. ലഭിക്കും ആ മൗനവും അതിനപ്പുറത്തെ ഇത്തിരിപ്പോന്ന ഇടവേളകൾ പോലും വലിയ ആശയമുണ്ടാക്കുന്നു മലയാള കവിതയിൽ എന്ന് പുതിയ കാലം കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കവിതയുടെ വഴി അങ്ങനെ ഒക്കെ കിടക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ മണ്ണിൻ്റെ പ്രതിബദ്ധതയുടെ ആ ഒരു വലിയ രാഷ്ട്രീയത്തെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പാകത്തിന് വാക്കിൻ്റെ ഇടങ്ങളെ കൂടെ ഒന്ന് തിളക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂസഫ് അലി കേച്ചേരി പാവറട്ടിയിലെ സംസ്കൃത വിദ്യാലയത്തിൽ പോയി സംസ്കൃതം പഠിച്ചു വന്ന കുട്ടി ജാനകി ജാനെ എന്നെഴുതിയ നാടാണ് നമ്മുടെ നാട്. അതേ യൂസഫ് അലി കേച്ചേരി തന്നെ റസൂലേ നിൻ കനിവാലേ എന്നും എഴുതിയത് ഈ കേരളത്തിലാണ്. അതേ യൂസഫ് അലി കേച്ചേരി തന്നെ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്ന് എഴുതിയത് ഈ നമ്മുടെ നാട്ടിലാണ്. ഈ വാക്കുകളെല്ലാം നമുക്ക് തരുന്ന ഒരു വലിയ അനുഭവമുണ്ട്. കാരണം ധ്വനി എന്ന സിനിമ ഞാൻ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് കണ്ടത്. ധ്വനി എന്ന സിനിമ കണ്ടപ്പോൾ അതിലെ ജാനകി ജാനെ എന്ന പാട്ടിനെ കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും അന്വേഷിച്ചിരുന്നില്ല. കാരണം എൻ്റെ കുട്ടിക്കാലം, വാക്കുകളുടെ ആ ഒരു കുട്ടിക്കാലത്ത് എനിക്ക് അത്രത്തോളം ചിന്തയില്ലായിരുന്നു. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ഈ പാട്ട് കൂടുതൽ വൈറലായപ്പോൾ ഞാനൊരു അന്വേഷണം നടത്തി. ഈ ജാനകി ജാനെ എന്ന പാട്ട് അപ്പോഴാണ് അറിയുന്നത് സംസ്കൃതത്തിൽ മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ പാട്ടെഴുതി. ആ പാട്ടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ മലയാളികൾ അത്ഭുതപ്പെടും. കാരണം ആ പാട്ട് AT അബു സംവിധാനം ചെയ്ത ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതുമ്പോൾ ആ പാട്ടിന് സംഗീതം പകർന്നത് നൗഷാദ് എന്ന അനുഗ്രഹീതനായ ബോളിവുഡ് സംഗീത സംവിധായകൻ. ലോകത്തിൽ അല്ലേ എത്രയോ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴാണ് യൂസഫ് അലി എഴുതിയ പാട്ടുകൾക്ക് സംഗീതം പകരണമെന്ന ആഗ്രഹവുമായി യൂസഫ് അലി ബോംബെയിലേക്ക് പോയത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പാട്ട് നമ്മൾ കേട്ടു പോകുകയല്ല, ആ പാട്ട് കേട്ടു പോകുന്നതിനൊപ്പം ആ പാട്ടിൻ്റെ ചില രഹസ്യങ്ങളിലേക്ക് പോയാൽ ഒരു നാടിൻ്റെ ബലം നമുക്കറിയാൻ പറ്റും. ആ പാട്ടിന് സംഗീതം നൗഷാദ് അലി പകർന്നുവെങ്കിൽ KJ യേശുദാസ് എന്ന അനുഗ്രഹീതനായ ഗായകൻ ആ പാട്ട് പാടുന്നു. ആ പാട്ട് ഉൾപ്പെടുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അംജദ് അലി ഖാൻ എന്ന പ്രൊഡ്യൂസറാണ്. ആ സിനിമ റിലീസായത് ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലാണ്. ധ്വനി എന്ന ഒരു സിനിമ കണ്ട് ഒരു പാട്ടും കെട്ടുപോകുന്ന കുട്ടിയുടെ ഉള്ളിൽ ഇത്രയും പാഠങ്ങൾ കൂടി നിവരുമ്പോഴാണ് ആ പാട്ടും ആ സിനിമയും ചേർത്ത് നമുക്ക് തരുന്ന ഒരു പ്രതിബദ്ധതയുടെ, അതുമാത്രമല്ല ഒരു ബഹുസ്വരതയുടെ സൗന്ദര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അടിമണ്ണ് തന്നെ ഒലിച്ചു പോകുന്നത് നമ്മൾ അറിയാതെയും വരും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പലപ്പോഴും സജിമാഷിൻ്റെ എഴുത്തിലെ പല തലങ്ങൾ അതേതൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഓരോ കവിതയിൽ നിന്നുകൊണ്ട് തന്നെ പല ഭാവങ്ങളിൽ അത് നമ്മളോട് സംവദിക്കുന്നുണ്ട്. ഓരോ ഇടങ്ങളിൽ നിന്നുകൊണ്ട് അത് പലതും നമുക്ക് വിളിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ കിടക്കുന്ന ആ വിശാലമായ കാവ്യലോകത്തെ ഈ 3 ദിവസങ്ങളിലായി ഇവിടെ ഒന്ന് നമ്മൾ നിവർത്തി വയ്ക്കുമ്പോൾ ആ പുസ്തകപ്പൂരം എല്ലാ തരത്തിലും വായനയുടെ ഒരു വലിയ ലോകത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വായിക്കുന്നവരെന്ന് എനിക്കും അറിയാം. പക്ഷെ എങ്കിലും നമ്മുടെ ഈ പുതിയ കാലത്തിനൊപ്പം കാലക്കേടുകളെ തിരിച്ചറിഞ്ഞ് വായിച്ചു പോകുമ്പോൾ അവിടെ സച്ചി മാഷ് നമ്മുടെ മുമ്പിൽ
ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന പല പാഠങ്ങളും ഈ കാലത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും കാലക്കേടുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും ഉള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും. സത്യമാഷിൻ്റെ കവിതകൾ ഗദ്യഭാഷയിലും അതുപോലെ തന്നെ അതിസുന്ദരമായ പദ്യത്തിലും നമ്മൾ അറിയുന്നുണ്ട്. ഇവ കൂടിയൊക്കെ വായിക്കുമ്പോൾ കേരളീയമായ എത്രയോ ബിംബങ്ങൾ അതെല്ലാ കവിതകളിലും നമുക്കറിയാൻ പറ്റും. അവിടെ നിളയും ഉണ്ട്. ഇവനെ കൂടി സ്വീകരിക്കുക എന്ന് എഴുതിപ്പോകുമ്പോൾ വൈലോപ്പിള്ളി കവി നമുക്ക് മുന്നിൽ ഇങ്ങനെ സഹ്യന്റെ മകനായി ഉയർന്നു വരുന്നത് നമ്മൾ അറിയുന്നുണ്ട്. പല കവിതകളിലും അങ്ങനെ പല ഭാവങ്ങളും നിറച്ചുകൊണ്ട് സച്ചിദാനന്ദൻ മാഷ് നമ്മുടെ മുന്നിൽ ഈ ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിലെ ഒരു പഴയ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നതിനപ്പുറം ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടൊക്കെ നിൽക്കുമ്പോഴും കേന്ദ്ര സാഹിത്യ അക്കാദമിയിലും ഒക്കെ നിന്നുകൊണ്ട് ഈ കൊച്ചു ഭാഷയെ, മലയാള ഭാഷയെ ഇന്ത്യയിൽ എടുത്തുയർത്തിപ്പിടിച്ച് ലോകത്തിൽ നിന്ന് എത്രയോ കവിതകളെ ഇങ്ങോട്ടും എത്രയോ കൃതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ലോകത്തെ നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ പാകത്തിന് വാക്കുകൊണ്ട് നിറയ്ക്കുമ്പോൾ എല്ലാ ഭാഷയിലെയും സാഹിത്യ സംഭാവനകളെ നന്നായിട്ടറിയുന്ന ഒരു എഴുത്തുകാരനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓർക്കുമ്പോൾ, കാലങ്ങളെല്ലാം തീർന്നിട്ട് ചണ്ടക്കാർ കലികാലം കെട്ടാൻ തുടങ്ങുമ്പോൾ കതിനയ്ക്കു തീ ഞാൻ കൊളുത്തുന്നു, പിന്നെ കാതുകൾ പൊത്തിപ്പിടിക്കുന്നു എന്നത് ഇതിൻ്റെ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന നല്ല വരികളാണ്. ഇത് പൊള്ളുന്ന കാലത്തിൻ്റെ വരികളായി നമ്മൾ അറിയുന്നുണ്ട്. പല വരികളും ഇതിനോടൊപ്പം ചേർത്ത് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ ഇനിയുള്ള കാവ്യമേളത്തിൻ്റെ ഒരു ഇടം കൂടിയാണ്. ഏതു തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും കവിതയുടെ മേളം അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ പാഠം നമുക്ക് മുന്നിൽ തരുന്നുണ്ട്. സ്നേഹപാഠങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് തുൻപം കൂടുതലുണ്ടാകുന്നുണ്ട്. എല്ലാ കവികളും ആ കർമ്മം ചെയ്യുന്നത് തുൻപമുണ്ടാകാതിരിക്കാൻ, സമൂഹമെന്ന് മിൻപത്തോടെ പോകാൻ വേണ്ടിയാണ്. ഭാരതിയാർ തന്നെ പറഞ്ഞിട്ടുള്ള പഴയ ഒരു കവിതയിൽ ഇൻപം 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 ഇൻപത്തുക്കോർ എൽകെ കണ്ടാൽ തുൻപം തുൻപം തുൻപം. അപ്പോൾ ആ തുൻപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, വാക്കിൻ്റെ ഇൻപം നിറച്ചു പോകാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ വാക്കിടങ്ങളെ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ടുപോകണമെന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയോടെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു കവിത ചൊല്ലണമെന്ന് നമ്മുടെ ജോഷിയേട്ടൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഞാൻ ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കടമ്പൻ മൂത്താൻ എന്ന കവിതയാണ്. എന്തായാലും സത്യമാഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കടമ്പകളെ കടത്തിവിടുന്ന, അല്ലേ, നമ്മുടെ പല പ്രതിസന്ധികളെയും കടത്തിവിടുന്ന ഒരു മൂത്താനാണ്. കടമ്പകളെ കടത്തിവിടുന്ന രക്ഷകന്മാരാണ് കവികൾ. അതുകൊണ്ട് തന്നെ ആ കടമ്പൻ മൂത്താനെ, അല്ലേ, മലയാളത്തിൽ എത്രയോ കടമ്പൻ മൂത്താന്മാർ പല ഘട്ടങ്ങളിലായി ഈ പല പ്രതിസന്ധികളെയും കടത്തി നമ്മളെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വഴി തുറന്നിട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ കവിത ഞാനിവിടെ ചൊല്ലുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന എത്രയോ മനുഷ്യർ, അവരെ നമ്മൾ ഇപ്പോഴും കാണുന്നില്ല. അവരിപ്പോഴും മണ്ണിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അവർ ഈ മണ്ണിൻ്റെ ഉടമകളാണ്, അടിമകളല്ല എന്ന ഒരു തിരിച്ചറിവും കൂടെ പതിറ്റുപ്പത്തിലാണ് കടമ്പനെ കുറിച്ച് പറയുന്നത്. കടമ്പൻ കർഷകനാണ്. ആ ഒരു ആശയത്തെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. കടമ്പൻ മൂത്താൻ. കുരുത്തോലപ്പന്തലിട്ട് കവുങ്ങിൻ പറണേറി നിന്ന് കരുത്തിൻ തിരുകപ്പു കെട്ടി കടമ്പൻ മൂത്താൻ വരുന്നേ. കുരുത്തോലപ്പന്തലിട്ട് കവുങ്ങിൻ പറണേറി നിന്ന് കരുത്തിൻ തിരുകപ്പു കെട്ടി കടമ്പൻ മൂത്താൻ വരുന്നേ. കുരുതി ചെഞ്ചോര ചീറ്റി പെരുമാന കൺ തുറന്നേ. വറുതി ചന്തിക്കനലിൽ പെരുങ്കോലം പെയ്തുറങ്ങേ. പനം പട്ട ഒന്നു വെട്ടി കെട്ടിവച്ച കോലം കമ്പേറൊഴിയാൻ വൈക്കോൽ തുറു കെട്ടിയ കാലം. കടമ്പൻ മൂത്താൻ ചതുക്കി കൊതുമ്പു പന്തങ്ങൾ. കടമ്പൻ മൂത്താൻ ചതുക്കി കൊതുമ്പു പന്തങ്ങൾ. ചാഴിയേഴിയനെ കരിച്ച നാഞ്ചിലാട്ടങ്ങൾ. കൊട്ടു
കൊങ്കി കുഴൽ കടും തൊടി കുറവ അരിയോരി തൊറ്റമേറ്റു കതിർ കനത്ത കടമ്പനാട്ടങ്ങൾ കൊഴുനടത്തി മരമടിച്ചു മറിച്ച ഞാറ്റടിയിൽ കുറ്റി ഊന്നി അറഞ്ഞ് തള്ളിയതെത്ര നാഴികകൾ ക്രാഞ്ഞിക്കൊണ്ട് ചാണകം തൂത്തറക്കി കോമാളി കോരി മാറ്റി തറയോണക്കി മാടിൻ്റെ മൂവാര മുറുക്കി കെട്ടി വക്കാണി കറക്കി ആ മണിയിൽ തട്ടി പുല്ലൂട്ടി നിറച്ചങ്ങ് ഒതോലുവിട്ട് ഒരു പിടിക്കച്ചിയും അതിന്മേലിട്ട് മരവിയിൽ പരുത്തിക്കുരു കൊവരാനിട്ട് പുണ്ണാക്ക് വെള്ളത്തി കലക്കി വച്ചേ പുന്നല് അവിക്കാനായി എടുത്തു വച്ചേ വേമ്പായിൽ പുഴുക്കോല് ചിക്കിയിട്ടേ ഇളമ്പാലത്തേക്കുള്ളത് എടുത്തും കൊണ്ടേ മുറുക്കി മുത്താൻ വിത്തെറിഞ്ഞ് മുളച്ചേ കള്ളക്കള പറിച്ചേ കാവൽ കണ്ണാലൊഴിഞ്ഞേ കണ്ടമൊരുക്കി മൂത്താൻ വിത്തെറിഞ്ഞേ മുളച്ചേ കള്ളക്കള പറിച്ചേ കാവൽ കണ്ണാലൊഴിഞ്ഞേ കാറ്റിനിരമ്പലോടെ വരമ്പേറി പാത്തു നിന്നു കടമ്പൻ കാറ്റിനിരമ്പലോടെ വരമ്പേറി പാത്തു നിന്നു കടമ്പൻ മാനത്തു വില്ലൊലഞ്ഞ് വയലില കാക്കോട്ട താളമിട്ടേ ഞാറുകൾ കൺതുറന്ന് ഞാറ്റടി കണ്ടം കതിർ നിറഞ്ഞേ കൊയ്ത്തരി വാളെടുത്തേ നമ്മളെ നല്ല കാലം പറന്നേ കൊയ്ത്തരി വാളെടുത്തേ നമ്മളെ നല്ല കാലം പറന്നേ കണ്ടം കരിഞ്ഞപ്പോഴോ നമ്മളെ ചങ്ക് പടപടച്ചേ ഞാറ്റടി കണ്ടത്തിലോ തോരാത്ത കണ്ണീരൊറഞ്ഞൊറച്ചേ സങ്കടക്കറ്റയെല്ലാം ഉയർവള്ളി ചുറ്റിയലവടിച്ചേ പാറ്റി മുറം പതിര് നമ്മളെ ക്രാക്കളെല്ലാം പൊലിഞ്ഞേ പാറ്റി മുറം പതിര് നമ്മളെ ക്രാക്കളെല്ലാം പൊലിഞ്ഞേ മട പൊട്ടിക്കിടക്കും ഈ അകമ്പാടത്ത് മട പൊട്ടിക്കിടക്കും ഈ അകമ്പാടത്ത് വരി നെല്ലിൻ നുരി വയ്ക്കാൻ കതിരില്ലാതെ പടുകൊല്ലായെടുത്തുള്ള പിടച്ചിൽ ഏതോ നെടുങ്കാല സങ്കടക്കുത്തൊലിപ്പാകുന്നേ കലപ്പയും വഴക്കോലും മരം നോകവും അറകുറ്റി കൊഴു എല്ലാം പഴങ്കോലങ്ങൾ അരികിലായി പിടയ്ക്കുന്നു പരൽമീൻ കൂട്ടം അതിൻ ചങ്കിൽ കൊരുക്കുന്നുണ്ടഴൽ ചൂണ്ടകൾ പുതുലോകം ചവച്ചിട്ട ചവർക്കൂമ്പാറ് ചവർപ്പിൽ വീണൊടുങ്ങുന്നു പല ജന്മങ്ങൾ പിച്ച വയ്ക്കാൻ പോലുമില്ലാത്തിത്തിരി മണ്ണിൽ ഒച്ച വയ്ക്കാൻ കിതയ്ക്കുന്നീ കൊച്ചു പൈതങ്ങൾ പിച്ച വയ്ക്കാൻ പോലുമില്ലാത്തിത്തിരി മണ്ണിൽ ഒച്ച വയ്ക്കാൻ കിതയ്ക്കുന്നീ കൊച്ചു പൈതങ്ങൾ അടിമണ്ണിൽ കരൾ പൊട്ടിപ്പിടഞ്ഞിടുമ്പോൾ ഉടൽ പുണ്ണിൽ ചലം പൊട്ടി ഒലിച്ചിടുമ്പോൾ കടമ്പൻ മൂത്താൻ അടിമണ്ണളന്നുയർന്നു അവനെ കണ്ടമ്പരന്നു പുതുജന്മങ്ങൾ പെരുവീരൽ മണ്ണിലൂന്നി തറയൊഴിഞ്ഞ് പെരുങ്കണ്ണിൽ കനലേറ്റി
ചൂടം ഉടലുലച്ചങ്ങുലകളന്ന് വരും കാലക്കൺ തുറന്നേ ഉലഞ്ഞു വീണ്ടും കെടുതിപ്പുറ്റുകൾ മൂടും പടുമണ്ണിൻ നെഞ്ചു നോക്കി ഉയർവിണ്ണിൻ വരും കാല വരമ്പേറി നിന്നു മൂത്താൻ എരികണ്ണായിരം കാറ്റിൽ തിരക്കയ്യായിരം ചൂഴം ചുടർപ്പന്തം മുകിൽ കൂട്ടം ഉടഞ്ഞാഴിത്തിറയാട്ടം കതിർമാനപ്പന്തലിട്ട് മാരിവിൽ പറണേറി നിന്ന് കരുത്തിൻ മുകിൽ മാല ചുറ്റി കടമ്പൻ മൂത്താൻ വരുന്നേ കുരുത്തോലപ്പന്തലിട്ട് കവുങ്ങിൻ പറണേറി നിന്ന് കരുത്തിൻ തിരുകപ്പു കെട്ടി കടമ്പൻ മൂത്താൻ വരുന്നേ കതിർമാനപ്പന്തലിട്ട് മാരിവിൽ പറണേറി നിന്ന് കരുത്തിൻ മുകിൽ മാല ചുറ്റി കടമ്പൻ മൂത്താൻ വരുന്നേ കടമ്പൻ മൂത്താൻ വരുന്നേ. എല്ലാ കാലത്തും എല്ലാ പ്രതിസന്ധികളെയും കടത്തിവിടാൻ പാകത്തിന് ഏത് തലത്തിലും നിറഞ്ഞാടുന്ന ഈ കടമ്പൻ മൂത്താന് മലയാളത്തിൻ്റെ പ്രിയ കവി നമ്മുടെ സച്ചിമാഷിനെ ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിടങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഉച്ചത്തിൽ പലതും വിളിച്ചു പറയാൻ 3 ദിവസം ഇങ്ങനെ ഒരുക്കുമ്പോൾ ഇത് 3 ദിവസത്തേക്കായുള്ള ഒരുക്കമാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ തരത്തിലുമുള്ള സഞ്ചാരത്തിൻ്റെ കരുത്ത് പകരുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമായി ഞങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ചക്കോടി മാഷൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ നിൽക്കുമ്പോൾ ഇതൊക്കെ പലരും പലയിടങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന തിരിച്ചറിവോടെ ഈ ഒരു വലിയ പരിപാടി അഭിഷികയും ക്രൈസ്റ്റ് കോളേജും മറ്റ് സംഘാടകരൊക്കെ ചേർന്ന് വളരെ സുന്ദരമായി ചെയ്യുമ്പോൾ അത് പ്രതിബദ്ധതയുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ നന്മകളെയും നിലനിർത്തുന്നതിനും ഒക്കെയുള്ള നമ്മുടെയും കൂടെ ഒരു പ്രതിബദ്ധതയായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടിയിൽ എനിക്കും ഒരു ഇത്തിരി വർത്തമാനം പറയാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രാവുണ്ണി മാഷിന് പ്രത്യേകം നന്ദി അറിയിച്ച് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ.